നമസ്കാരം. സോംജിസ് മിററിൽ മണി ടോക്കിലേക്ക് എല്ലാവർക്കും സ്വാഗതം. നിരാശാജനകമായ ഒരു മാസമാണ് കടന്നുപോയത്. ഫെബ്രുവരിയിലെ അവസാനത്തെ ആഴ്ചയും മാർക്കറ്റ് മൈനസായി തന്നെ ക്ലോസ് ചെയ്തു. അതും വെള്ളിയാഴ്ച ഗംഭീരമായ ഇടിവാണ് സംഭവിച്ചത്. അപ്രതീക്ഷിതമായി ആരും ഒട്ടും പ്രതീക്ഷിക്കാതെ സംഭവിച്ച ഇടിവാണ് വെള്ളിയാഴ്ച ഉണ്ടായത്. 427 പോയിൻറ്റോളമാണ് നിഫ്റ്റി താഴോട്ട് പോയത്. എല്ലാവരുടെയും പ്രതീക്ഷകൾ തകർത്തുകൊണ്ട് എല്ലാവരും പറഞ്ഞിരുന്ന ലെവലിലേക്ക് നിഫ്റ്റി വീണ് കഴിഞ്ഞിരിക്കുന്നു. 22,124 ക്ലോസ് ചെയ്തിരിക്കുന്നത്. അപ്പോൾ 22,100 പറഞ്ഞിരുന്നു എല്ലാവരും. 100 എത്തിയിട്ടുണ്ട്. ഇപ്പോൾ ഇനിയൊരു താഴ്ച ഉണ്ടാകുമോ എന്ന് ചോദിച്ചാൽ ഇല്ല എന്ന് പറയാൻ ആർക്കും ആവുകയില്ല. 22,100 കടന്നാൽ പിന്നെ 21,800 വരെ എത്തും എന്നാണ് പറഞ്ഞിരിക്കുന്നത്. 21,800 താഴാനുള്ള സാധ്യതയുണ്ടോ എന്ന് ചോദിച്ചാൽ, വെള്ളിയാഴ്ചത്തെ സെൽ ഓഫ് കണ്ടു കഴിഞ്ഞാൽ നമുക്ക് മനസ്സിലാവുന്നത് ഒരു റിക്കവറി റാലി അടുത്ത ദിവസങ്ങളിൽ പ്രതീക്ഷിക്കാമെന്നാണ് എനിക്ക് തോന്നുന്നത്. മാർക്കറ്റിൽ FIs ഗംഭീരമായ സെല്ലിംഗാണ് വെള്ളിയാഴ്ച നടത്തിയത്. 11,639 കോടി രൂപയുടെ സെല്ലിംഗ് നടത്തിയിട്ടുണ്ട്. അപ്പോൾ DIs അതുപോലെ തന്നെ 12,308 കോടി രൂപയുടെ ബൈയിങ് നടത്തിയിട്ടുണ്ട്. മാർക്കറ്റ് അതിനൊക്കെ ഉപരിയായി 427 പോയിൻറ്റോളം നിഫ്റ്റി താഴുകയും ചെയ്തിട്ടുണ്ട്. റീറ്റെയിൽ പീപ്പിൾസ് എല്ലാം സെല്ലിംഗ് നടത്തുന്നു എന്ന് തന്നെയാണ് ഇതിൽ നിന്ന് മനസ്സിലാക്കാനുള്ളത്. നിരാശാജനകമായ 5 മാസങ്ങളാണ് കടന്നുപോയത്. ശരിക്കും 5 മാസവും മൈനസായി ക്ലോസ് ചെയ്തിരിക്കുന്നു നിഫ്റ്റി. തുടർച്ചയായിട്ട് 5 മാസം. അത് നിഫ്റ്റിയുടെ ചരിത്രത്തിൽ അങ്ങനെ രേഖപ്പെടുത്തിയതായി പറയുന്നില്ല. കുറേ വർഷങ്ങൾ, 29 വർഷങ്ങൾക്കപ്പുറം ഉണ്ടായിരുന്നു എന്നാണ് ഇപ്പോൾ പറയുന്നത് പലരും. 29 വർഷങ്ങൾക്കപ്പുറം നിഫ്റ്റി ഇല്ലായിരുന്നു. നിഫ്റ്റി 95 ശേഷമുള്ള ഏറ്റവും തുടർച്ചയായ തകർച്ചയാണ് ഇപ്പോൾ നേരിടുന്നത്. ഇതിനകത്ത് എങ്ങനെ രക്ഷപ്പെടാമെന്ന് ആളുകൾ ആലോചിച്ചു തുടങ്ങിയിരിക്കുന്നു. എങ്ങനെയൊന്ന് കടന്നു പോകാമെന്ന്. വെള്ളിയാഴ്ച ഉണ്ടായ തകർച്ചയിൽ കൂടുതൽ തകർന്നതും, എന്നാൽ നമ്മളുടെ കണക്കുകളും കാര്യങ്ങളും ഒക്കെ വെച്ച് നല്ല റിസൾട്ടുകൾ പറഞ്ഞതുമായ ചില കമ്പനികൾ ഉണ്ടായിരുന്നു. അവയുടെയും താഴ്ചയുണ്ടായി വെള്ളിയാഴ്ചത്തെ പ്രത്യേകത നോക്കിക്കഴിഞ്ഞാൽ 52 വീക്ക് പുതിയ ലോകൾ ഉണ്ടായിട്ടുള്ള കമ്പനികളാണ് അധികവും ഉള്ളത്. 52 വീക്ക് ഹൈ കാണിച്ച ഒരു കമ്പനിയും NSEയിൽ ഇല്ലായിരുന്നു. NSE 500 ഇല്ലായിരുന്നു എന്നുള്ളതാണ് ഒരു പ്രത്യേകത. അതേസമയം 52 വീക്ക് ലോ കാണിച്ച കമ്പനികൾ ഒരുപാടുണ്ട്. അതും വേറെ നമ്മളെല്ലാം കണ്ടിട്ടുള്ള ബ്ലൂ ചിപ്പ് കമ്പനികൾ ഉൾപ്പെടെയുള്ള ഒരുപാട് കമ്പനികൾ 52 വീക്ക് ലോ പുതിയതുണ്ടാക്കി കടന്നുപോയി വെള്ളിയാഴ്ച. അപ്പോൾ അതിനകത്ത് താണുപോയ മെയിനായിട്ട് വെള്ളിയാഴ്ച നല്ല ഇടിവ് സംഭവിച്ച കമ്പനികൾ നമ്മൾ നേരത്തെ നോക്കുകയും നമ്മളുടെ പോർട്ട്ഫോളിയോയിൽ ഉൾപ്പെടുത്തുകയും ഒക്കെ ചെയ്തിട്ടുള്ള കമ്പനികളുണ്ട്. അവയിലൊരു 5 കമ്പനികളെ വെള്ളിയാഴ്ച താഴ്ച രേഖപ്പെടുത്തിയ 5 മെയിൻ കമ്പനികളുടെ പേര് ഞാൻ ഇവിടെ പറയുന്നുണ്ട്. ജൂബിലൻറ്റ് ഫുഡ് വർക്ക്സ് വളരെ കുറച്ച് താണിട്ട് കഴിഞ്ഞ വെള്ളിയാഴ്ച ശരിക്കും താണുപോയ ഒരു കമ്പനിയാണ് ജൂബിലൻറ്റ് ഫുഡ് വർക്ക്സ്. IRFC നല്ല റിസൾട്ടുകളൊക്കെ വന്നിരുന്നു. അതിൻ്റെ പുതിയ ഓർഡറുകളൊക്കെ കിട്ടിയിട്ടുണ്ട്. ഇതൊക്കെ ഒന്നും അതിനെ സ്വാധീനിച്ചില്ല. IRFC നന്നായിട്ട് താഴെ വന്നു. ടെക് മഹീന്ദ്ര, IREDA റിന്യൂവബിൾ എനർജിയുടെ, പിന്നെ നമ്മളുടെ TCS പോലും പുതിയ 52 വീക്ക് ലോ കാണിച്ചു. TCS, ടാറ്റ കൺസൾട്ടൻസി സർവീസ്. അപ്പോൾ ഈ ഷെയറുകളൊക്കെ അതിൻ്റെ 52 വീക്ക് ലോയിലേക്കും എല്ലാം വന്നിട്ടുണ്ട്. നിങ്ങൾക്ക്
അതിന് വിശേഷങ്ങളെല്ലാം നിങ്ങൾ തന്നെ കണ്ടെത്തുക. ഇതൊക്കെ പറയുന്നത് ഇവിടെ ഉള്ള രേഖകൾ ഇങ്ങനെയുള്ള സംഭവങ്ങൾ ഉണ്ടായി എന്ന് അറിയിക്കാൻ വേണ്ടി മാത്രമാണ് കേട്ടോ. ഇതൊന്നും സ്റ്റോക്ക് നിക്ഷേപത്തിനുള്ള നിർദ്ദേശങ്ങളൊന്നുമല്ല. അതുപോലെ തന്നെ ഈ കഴിഞ്ഞ ദിവസം ഇത്രയും ഇടിഞ്ഞപ്പോഴും മുന്നോട്ട് കയറിയ അല്ലെങ്കിൽ അല്പം പോസിറ്റീവ് കാണിച്ച ചില ഓഹരികളുണ്ടായിരുന്നു. അവയിൽ പ്രധാനപ്പെട്ട ഓഹരികൾ, ഇൻഡെക്സിനെയൊക്കെ സ്വാധീനിച്ച ഓഹരികൾ HDFC ബാങ്ക്, അത് മുന്നോട്ട് കയറിയാണ് ഉണ്ടായത്. ശ്രീറാം ഫിനാൻസ്, കോൾ ഇന്ത്യ, JSW എനർജി, ഇത്തരം ഷെയറുകളൊക്കെ നമ്മൾ വാച്ച് ചെയ്യുന്നത് എന്തിനാണെന്ന് വെച്ചാൽ ഏറ്റവും നല്ല റിപ്പോർട്ടുകളൊക്കെ വന്ന ഷെയറുകളാണ്. അത് ഈ രീതിയിലാണ് മാർക്കറ്റിലായിട്ടുള്ളത് എന്നൊന്നും നമ്മൾ വാച്ച് ചെയ്യുന്നത് നല്ലതാണ്. മുന്നോട്ട് പോകാൻ നമ്മൾക്ക് അങ്ങനെയുള്ള ചില കാര്യങ്ങളൊക്കെ നോക്കേണ്ടിയിരുന്നുണ്ട്. എല്ലാവരും ഈ മാർക്കറ്റ് ഇടിഞ്ഞു വീഴുന്ന കരുതി മാർക്കറ്റിൽ ഇട്ടിട്ട് പോവുകയല്ലോ. നമ്മൾ മുടക്കിയിട്ടുള്ള കാശുണ്ടാവും, അപ്പോൾ അതിന് താഴ്ചകൾ സംഭവിച്ചിട്ടുണ്ട്. അതിൽ നിന്നൊക്കെ കരകയറാനുള്ള ട്രേഡിങ്ങുകളും നിക്ഷേപങ്ങളും ഒക്കെ നടന്നാലേ നമുക്കതിൽ നിന്ന് കരകയറാൻ പറ്റുകയുള്ളൂ എന്ന് എല്ലാവരും മനസ്സിലാക്കണം. അപ്പോൾ അതുകൊണ്ട് ഇതുപോലെയുള്ള ഷെയറുകളെയൊക്കെ ശ്രദ്ധിക്കുക. നിങ്ങളുടെ പോർട്ട്ഫോളിയോ നിങ്ങൾക്ക് വിശ്വാസമുള്ള ഷെയറുകളെ തുടരുക, അതിൽ നിക്ഷേപങ്ങൾ തുടരുക. മാർക്കറ്റ് ഇനിയും ഇടിയുമോ, ഇനി ഇത്രയിൽ നിൽക്കുമോ, ഇനി തിരിച്ച് കയറുമോ, ഇതൊക്കെ അപ്രതീക്ഷിതമായ കാര്യങ്ങളാണ്. നമ്മളുടെ ഒന്നും പ്രതീക്ഷകളിൽ നിൽക്കുന്നതായിരിക്കുകയില്ല. ഇപ്പോൾ ഈ 5 വർഷത്തെ തുടർച്ചയായ കയറ്റത്തിന് ശേഷം ഉണ്ടാകുന്ന ഇടിവാണ്. ഇടിവുകൾ ഇപ്പോൾ ഇതിൻ്റെ മാർക്കറ്റിലെ ഓരോ ഷെയറുകളുടെയും വാല്യൂ ഒക്കെ നിന്നിരുന്നത് എത്രയാണെന്ന് നിങ്ങൾ ശ്രദ്ധിച്ചിട്ടുണ്ടാവും. അതിൽ നിന്നൊക്കെ അത് താഴോട്ട് വരേണ്ടതുണ്ട്. കാരണം അതിൻ്റെ വാല്യൂ യഥാർത്ഥത്തിലുള്ളത് എവിടെയാണെന്ന് മനസ്സിലാക്കുന്നത് ബിയർ മാർക്കറ്റുകളിൽ വരുമ്പോഴാണ്. ആ ബിയർ മാർക്കറ്റുകൾ മാർക്കറ്റിൻ്റെ ശക്തി എടുത്തു കാണിക്കാൻ നല്ലതാണ്. പിന്നെ GDP ഡേറ്റ വന്നു കഴിഞ്ഞ ദിവസം. GDP ഡേറ്റയിൽ അല്പം മെച്ചമുണ്ടായതെന്ന് പറഞ്ഞാൽ കഴിഞ്ഞ ക്വാർട്ടറിൽ 5.4 ആയിരുന്നു. അത് ഇപ്പോൾ 6.2 ആയി ഉയർന്നിട്ടുണ്ട്. 5.4 എന്നുള്ളത് അവർ റീകാൽക്കുലേറ്റ് ചെയ്തിട്ട് 5.6 ആണ് കഴിഞ്ഞ ക്വാർട്ടറിൽ ഉണ്ടായത് എന്നാണ് ഇപ്പോൾ പറയുന്നത്. അതുപോലെ 6.2 ആണ് ഈ ക്വാർട്ടറിൽ ഉണ്ടായിട്ടുള്ളത്. അപ്പോൾ ഈ ക്വാർട്ടറിൽ ഒരല്പം മെച്ചപ്പെടുന്നുണ്ട്. അടുത്ത ക്വാർട്ടറിൽ, അതായത് 4ാമത്തെ ക്വാർട്ടറിൽ മെച്ചമാകുമെന്നും ഒരു 7.8 ഒക്കെ വന്നു കഴിഞ്ഞാലേ ഈ കണക്ക് 6.5 എന്നുള്ളതിൽ എത്തുകയുള്ളൂ എന്നും വിദഗ്ധരെല്ലാം ചൂണ്ടിക്കാട്ടുന്നുണ്ട്. പിന്നെ നമ്മളുടെ മഹാകുംഭമേളയൊക്കെ നടന്നത് കാരണം കഴിഞ്ഞ ഈ ക്വാർട്ടറിൽ നല്ല രീതിയിലുള്ള പുരോഗതി ഇതിൽ ഉണ്ടായിട്ടുണ്ടാവുമെന്ന് തന്നെയാണ് എല്ലാവരും പ്രതീക്ഷിക്കുന്നത്. അപ്പോൾ ആ കണക്ക് വരുമ്പോൾ തീർച്ചയായിട്ടും അതിൻ്റേതായ ഒരു ശക്തി മാർക്കറ്റിനുണ്ടാകും എന്ന് തോന്നുന്നു. മാർക്കറ്റിൽ വരുന്ന ഇത്തരം കണക്കുകൾ പലപ്പോഴും ബിയർ മാർക്കറ്റുകളിലാണെങ്കിൽ സാധാരണഗതിയിൽ ഒരു പ്രസക്തിയും ഉണ്ടാവുകയില്ല. പലപ്പോഴും അങ്ങനെയാണ്. ബിയർ മാർക്കറ്റിൽ ഇത്തരം കണക്കുകൾക്കൊന്നും ഒരു പ്രസക്തിയും ഇല്ലാതെ അത് പോവുക തന്നെ ചെയ്യും. അതേസമയം ബുൾ മാർക്കറ്റാണെങ്കിൽ ഓരോ കണക്കുകളും അവയെ ഉയർത്തിക്കൊണ്ടുപോകും. അതങ്ങനെയാണ്. മാർക്കറ്റിൽ ഉണ്ടാകുന്ന ആ സെൻറ്റിമെൻറ്റ്സ് അനുസരിച്ച് കണക്കുകളുടെ പ്രത്യാഘാതങ്ങളും മാറി മാറി വരുന്നു. എനിവേ, നിങ്ങൾ ശ്രദ്ധിക്കുക, നമ്മൾ ഇപ്പോൾ ഇരിക്കുന്ന ഈ ബിയർ മാർക്കറ്റിന് ഒരുപാട് കാലാവധി ഉണ്ട് എന്ന് എനിക്ക് തോന്നുന്നില്ല. കാരണം മറ്റു വർഷങ്ങളിലോ അല്ലെങ്കിൽ മറ്റു സാഹചര്യങ്ങളിലോ ഉണ്ടായ ബിയർ മാർക്കറ്റുകളിനെ അപേക്ഷിച്ച് ഇവയെ വളരെ സ്റ്റീപ്പായി പെട്ടെന്ന് തന്നെ കടന്നുപോയി താഴോട്ട് പോയിരിക്കുന്നു. അതുകൊണ്ട് അതിന് തീർച്ചയായിട്ടും ഒരു നല്ല റിക്കവറി പെട്ടെന്നായിരിക്കും എന്നെനിക്ക് തോന്നുന്നു. ഈ ഒരു വർഷം കഴിയുമ്പോഴേക്കും മാർക്കറ്റിൽ വ്യത്യാസങ്ങൾ ഒരുപാട് വരും. അടുത്ത 2 ക്വാർട്ടറോടുകൂടി മാർക്കറ്റിന് തിരിച്ചു കയറ്റം ഉണ്ടാകുമെന്ന് തന്നെയാണ് ഞാൻ പ്രതീക്ഷിക്കുന്നത്. ഓക്കെ, എന്നെ ശ്രവിച്ച എല്ലാവർക്കും നന്ദി. ആദ്യമായി കേൾക്കുന്നവരാണെങ്കിലും ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തും ഇതൊക്കെ ലൈക്ക് ചെയ്തും ഒക്കെ ഒന്ന് സഹായിക്കുക. താങ്ക് യു. വീണ്ടും കാണാം.